അല്ലേ? ഇവനെ കുറി തൊട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു കൃപാസനത്തിന്റെ വഴിയാണെന്ന് തോന്നുന്നു. എന്തായാലും പറയാതിരിക്കാൻ വയ്യ, കുറി നല്ല പന്തം പോലെ കേട്ടോ. ചെങ്ങായിമാരെ കണ്ടോളി, ഒരു അതിജീവിത പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. മുൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ്, നിലവിലെ പാലക്കാട് MLA മാളത്തിലായിരുന്നു. കാണേണ്ടവരൊക്കെ ഇപ്പം കണ്ടോ. കാരണം ഇര പിടിക്കാൻ മാത്രമേ പുറത്ത് വരുവുള്ളേ. ഇനി മാളത്തിൽ ഒളിച്ചു കഴിഞ്ഞാൽ ഒരു 4-5 മാസം കഴിഞ്ഞേ പുറത്തോട്ട് വരുവുള്ളൂ. ഈ രാഹുൽ മാങ്കൂട്ടത്തില് ഇന്നും പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിലുണ്ടല്ലോ, ലോകം അറിയപ്പെടുന്ന കേരളത്തിലെ എപ്സ്റ്റീൻസ് ഫയൽ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫയൽ പുറത്തിറങ്ങിയേനെ. കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ട ഒരു അതിജീവിതയെ വെച്ചിട്ട് പരസ്യം ചെയ്യുകയാണ്. അതിജീവിത വെച്ച് പരസ്യം ചെയ്യുന്നു. നീ നിന്റെ പാർട്ടി ഒരു കാര്യം ചെയ്യുക, 8ാം പ്രതി ദിലീപിനെ വെച്ച് അങ്ങ് പരസ്യം ചെയ്യുക. ഗവൺമെന്റ് അതിജീവിത വെച്ചല്ലേ പരസ്യം ചെയ്തത്, അല്ലാതെ പ്രതിയെ വെച്ചിട്ടൊന്നും അല്ലല്ലോ പരസ്യം ചെയ്തത്. ഇത്ര കഴിക്കാൻ എന്താ നിനക്ക്? അപ്പൊ നിന്റെ മാനസികാവസ്ഥ എന്താണ്? അതിജീവിത പോരാ, പ്രതിയാണ് മെച്ചം. അതുകൊണ്ടാണ് ജനങ്ങൾ പറയുന്നത് നീ ഒരു സൈക്കോപാത്താണെന്ന്. ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള കമന്റുകളുടെ പേരിൽ ആരും കേൾക്കണ്ട. ഇന്നലെ 2020 വേൾഡ് കപ്പ് നേടിയ ഇന്ത്യക്ക് വേണ്ടി അഭിനന്ദനം അറിയിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ വന്നൊരു പോസ്റ്റ് ഇട്ടെ. അതിന് താഴെ ഒരു കമന്റ് ഞാൻ കണ്ടേ, ഇന്ത്യ കളിച്ച് കപ്പ് നേടി, നീ കളിച്ച് ലോകകപ്പ് നേടിയെന്ന്. ചിരിച്ചുള്ള ഇടപാട്. ശ്രീ KB ഗണേഷ് കുമാറിന്റെ വിഷയത്തിനകത്ത് കുറച്ചുകൂടെ വലിയ കുഴപ്പമുണ്ട്. എന്താണ്? അതായത് ഞാൻ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു MLA ആണ്. എന്ത് ചെയ്യാനാ, ഞാൻ പ്രതിപക്ഷത്തായി പോയില്ലേ. എടാ, നിന്റെ ഈ സ്വഭാവം വെച്ച് നീ ഭരണപക്ഷത്ത് വരുവോ? ഈ സ്ത്രീകളെയൊക്കെ പീഡിപ്പിച്ച് നടക്കുന്ന, ഈ കോൺഗ്രസിനെ ഈ തരത്തിൽ കൊണ്ടാക്കിയതിന് മുഖ്യ പങ്ക് വഹിച്ച നീ, അഥവാ എങ്ങനെ നിനക്ക് അധികാരം കിട്ടിയാലുള്ള അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ ആലോചിച്ചു പോകുന്നത് കേട്ടാ. എടാ രാഹുൽ മാങ്കൂട്ടത്തിലെ, നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. നിന്നെ KSUവിന്റെ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് പുറത്താക്കിയത് കോൺഗ്രസ്സുകാരല്ലേ, നിന്റെ പാർട്ടി തന്നെയല്ലേ. കോൺഗ്രസിന്റെ തന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും നിന്നെ ഒഴിവാക്കി, അതും കോൺഗ്രസ്സുകാരല്ലേ. എടാ, നീ ഇത്രയും വർഷം കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ട് മുൻ മുഖ്യമന്ത്രി കരുണാകരന്റെ ഭാര്യയുടെ ചാരിത്രത്തെ നീ ചോദ്യം ചെയ്തവനല്ലടാ. നീ കേസിൽ പിടിക്കപ്പെട്ട് ജയിലിൽ പോയതിനു ശേഷമല്ലേ മഹിളാ കോൺഗ്രസ്സുകാർ ഇവിടെ നേരെ ചൊവ്വേ ശ്വാസം വിടാൻ തുടങ്ങിയത്. ഇത് നിന്റെ വ്യക്തിപരമായ കാര്യമല്ല. നീ ഒരു കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ മുഴുവൻ കൊണ്ട് നശിപ്പിച്ച് നാറാണക്കല്ല് പിടിപ്പിക്കാനായിട്ട് മുഖ്യ പങ്കാളിയായ നിന്നെ ഞങ്ങൾ പൂവിട്ട് പൂജിക്കണോ?